കേരള PSCയുടെ കണ്ണൂർ, കൊല്ലം ജില്ലകളിലെ LDCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 109/24. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസേഴ്സ് പറയാൻ എടുക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്തി വെക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസേഴ്സ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം? ഇറാൻ, മാലിദ്വീപ്, ഇന്തോനേഷ്യ, ശ്രീലങ്ക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇവയാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ്: VV ഗിരി, KM പണിക്കർ, C ശങ്കരൻ നായർ, VP മേനോൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. പാരീസ്, ബ്രസൽസ്, ബെർലിൻ, ജനീവ. ഉത്തരം ഓപ്ഷൻ ബി, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുത്തെഴുതുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VD ഭട്ടതിരിപ്പാട് എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ എന്നതും യോഗക്ഷേമ സഭ VD ഭട്ടതിരിപ്പാട് എന്നതും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷൻ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം. അതായത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്നതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. ഞാനാണ് രാഷ്ട്രം, ലൂയി 11. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻഡ്രൈനെറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. പെനിൻസുലർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നർമ്മദ, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പാരീസ്, ലണ്ടൻ, ന്യൂയോർക്ക്, ഗ്രീൻവിച്ച്. ഉത്തരം ഓപ്ഷൻ ഡി, ഗ്രീൻവിച്ച്. പ്രൈം മെറിഡിയൻ കടന്നു പോകുന്ന നഗരം ഗ്രീൻവിച്ച്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഒഡീഷ, ഗുജറാത്ത്, ത്രിപുര. ഉത്തരം ഓപ്ഷൻ ബി, ഒഡീഷയാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കുകിഴക്കൻ ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക. ഉത്തരം ഓപ്ഷൻ സി, തെക്കേ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? കൽബൈശാഖി, ലൂ, വാണിജ്യക്കാറ്റുകൾ. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമില്ല. ഉത്തരം ഓപ്ഷൻ ബി, ലൂ ആണ് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, വയനാട്. ഉത്തരം ഓപ്ഷൻ എ, തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശൂർ ജില്ലയിൽ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യവർദ്ധനവ്. താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ്. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. വിദേശ നാണ്യ വിപണിയിൽ രൂപയുടെ മൂല്യനിർണ്ണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്?
ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഉത്തരം ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വമാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ഇതിൽ ശരിയല്ലാത്തത്. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകളേവ? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വളർത്തുക, യുവ സംരംഭകർക്ക് സാമ്പത്തികമായും സാങ്കേതികമായും സഹായം നൽകുക, ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കൗമാരപ്രായത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനം, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. വിദഗ്ധോപദേശ സമിതിയായി പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഉത്തരം ഡി ആണ് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, ദരിദ്ര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ അനുവദിക്കുക, വൃദ്ധർക്കും നിരാലംബർക്കും സാമ്പത്തിക സഹായം അനുവദിക്കുക, നൈപുണിക വികാസത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക. ഉത്തരം ഓപ്ഷൻ എ ആണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത്. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ? സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർ ഇവയാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ള 3ഉം ശരിയാണ്. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന 3 പേർക്കും സാമ്പത്തിക സേവനം നൽകപ്പെടും. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾക്ക് പൊതുജനങ്ങൾ കാണാവുന്ന തരത്തിലായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? നിർദ്ദേശക തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. മൗലികാവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും ആണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളേവ? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത്. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതേത്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീര താപനില നിയന്ത്രിക്കുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരീര താപനില നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? ഓസ്റ്റിയോപൊറോസിസ്, പെല്ലാഗ്ര, ബെറിബറി നിശാന്തത. ഉത്തരം ഓപ്ഷൻ എ. ഓസ്റ്റിയോപൊറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? സമുദ്രങ്ങൾ, മഴക്കാടുകൾ, ഹിമാലയ പർവ്വതനിര, മരുഭൂമികൾ. ഉത്തരം ഓപ്ഷൻ ബി. മഴക്കാടുകൾ. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? പൂരിത കൊഴുപ്പ്, ട്രാൻസ് കൊഴുപ്പ്, അപൂരിത കൊഴുപ്പ്, എല്ലാം. ഉത്തരം ഓപ്ഷൻ സി. അപൂരിത കൊഴുപ്പ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ ക്രിസ്പർ കാസ്9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? കൃഷി, ക്യാൻസർ ചികിത്സ, കൃത്രിമ ബുദ്ധി, എല്ലാം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്യാൻസർ ചികിത്സ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഫെമോറൽ ധമനി, കരോറ്റിഡ് ധമനി, അയോർട്ട, വീന കാവ. ഉത്തരം ഓപ്ഷൻ സി ആണ്. അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? അനോഫിലസ്, ഈഡിസ് ഈജിപ്റ്റി, ക്യൂലക്സ്, ഏഷ്യൻ ടൈഗർ കൊതുകുകൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഈഡിസ് ഈജിപ്റ്റി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ചൈന, ഇന്ത്യ, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്. ഉത്തരം ഓപ്ഷൻ ഡി. സ്വിറ്റ്സർലാൻഡ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 2:1, 1:2, 1:4, 1:1. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1:1. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ശുദ്ധജലം, വായു, സമുദ്രജലം. ഉത്തരം ഓപ്ഷൻ എ. 2, 1, 3. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? 1.5%, 2%, 10%, 1%. ഉത്തരം ഓപ്ഷൻ ഡി. 1%. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികാസത്തിനായുള്ള സ്ഥാപനം അഥവാ പദ്ധതി അല്ലാത്തത് ഏതാണ്? NSM, NLCIL, NISE.
ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ് 2. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? യൂറിയ, സൾഫർ ഡയോക്സൈഡ്, അമോണിയ, നൈട്രിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ സി അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ്, സിങ്ക്. ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഉത്തരം ഓപ്ഷൻ സി ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൽ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? മുംബൈ, ബാംഗ്ലൂർ, പൂനെ, ഡൽഹി. ഉത്തരം ഓപ്ഷൻ ബി ബാംഗ്ലൂർ. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഭീം, വിക്രം, ധ്രുവ്, പ്രഗ്യാൻ. ഉത്തരം ഓപ്ഷൻ ഡി പ്രഗ്യാൻ. കൂത്തിനുപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? മൃദംഗം, തബല, വീണ, മിഴാവ്. ഉത്തരം ഓപ്ഷൻ ഡി മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാര്? സി വി രാമൻ പിള്ള, രാമവർമ്മ അപ്പൻ തമ്പുരാൻ, അപ്പു നെടുങ്ങാടി, കെ സരസ്വതി അമ്മ. ഉത്തരം ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ചാക്യാർകൂത്ത്, മുടിയേറ്റ്, കഥകളി, പാടകം. ഉത്തരം ഓപ്ഷൻ സി കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? ആറ്റൂർ രവിവർമ്മ, റഫീഖ് അഹമ്മദ്, വി എം ഗിരിജ, മുരുകൻ കാട്ടാക്കട. ഉത്തരം ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? 1970, 1973, 1976, 1971. ഉത്തരം ഓപ്ഷൻ ബി 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? ഇന്ത്യ, ഇന്തോനേഷ്യ, ഖത്തർ, ദക്ഷിണ കൊറിയ. ഉത്തരം ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? പി നരേന്ദ്രനാഥ്, കിളിരൂർ രാധാകൃഷ്ണൻ, പ്രിയ AS, CP പള്ളിപ്പുറം. ഉത്തരം ഓപ്ഷൻ സി പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി ഓർ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. സ്പാം, ഹാക്കിംഗ്, ഫിഷിംഗ്, വൈറസ്. ഉത്തരം ഓപ്ഷൻ സി ഫിഷിംഗ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഫയർവാൾ, ബ്രിഡ്ജ്, ഹബ്ബ്, റൂട്ടർ. ഉത്തരം ഓപ്ഷൻ ഡി റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, യൂസർ. ഉത്തരം ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാം ഒരു ഡാഷ് ആണ്. ബാക്ടീരിയ, മാൽവെയർ, സൂപ്പർ കമ്പ്യൂട്ടർ, ക്രിപ്റ്റോ കറൻസി. ഉത്തരം ഓപ്ഷൻ ബി മാൽവെയർ. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി. ഉത്തരം ഓപ്ഷൻ സി ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? തെരഞ്ഞെടുക്കാനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10-ാം വകുപ്പ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 15-ാം വകുപ്പ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 12-ാം വകുപ്പ്, 1990 ദേശീയ വനിതാ കമ്മീഷന്റെ 3-ാം വകുപ്പ്. ഉത്തരം ഓപ്ഷൻ എ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10-ാം വകുപ്പ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? മജിസ്ട്രേറ്റ്, സംസ്ഥാന ഗവൺമെന്റ്, പ്രാദേശിക NGO, പ്രൊട്ടക്ഷൻ ഓഫീസർമാർ. ഉത്തരം
ഓപ്ഷൻ എ ആണ് മജിസ്ട്രേറ്റ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു: ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം: 60 ദിവസം, 30 ദിവസം, 90 ദിവസം, 1 വർഷം. ഉത്തരം ഓപ്ഷൻ ബി, 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, 16 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, 14 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, 10 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഉത്തരം ഓപ്ഷൻ എ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മ, ജയന്തി പട്നായിക്, മമത ശർമ്മ, ലളിത കുമാരമംഗലം. ഉത്തരം ഓപ്ഷൻ എ, രേഖ ശർമ്മ. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 4, 3, 6, 5. ഉത്തരം ഓപ്ഷൻ ബി, 3. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? 1200, 1600, 1800, 2100. ഉത്തരം ഓപ്ഷൻ സി, 1800. 2, 5, 8 എന്നീ ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? 14, 15, 16, 17. ഉത്തരം ഓപ്ഷൻ ഡി, 17. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? 4,000, 4,160, 5,160, 5,260. ഉത്തരം ഓപ്ഷൻ ബി, 4,160. 2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3, 4, 3/3, 1/2, 4, 1/2. ഉത്തരം ഓപ്ഷൻ ബി, 4. 1 × 2, 2 × 3, 3 × 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340, 430, 440, 540. ഉത്തരം ഓപ്ഷൻ സി, 440. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:1, 2, 3, 4 ആയാൽ വലിയ കോൺ എത്ര? 102, 144, 134, 154. ഉത്തരം ഓപ്ഷൻ ബി, 144. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗ്ഗമൂല്യത്തിന്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? 60, 70, 80, 90. ഉത്തരം ഓപ്ഷൻ സി, 80. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിരിക്കും? 9, 10, 11, 12. ഉത്തരം ഓപ്ഷൻ ഡി, 12. ചിത്രത്തിൽ ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ ACBയുടെ അളവ് എത്ര? 100 ഡിഗ്രി, 50 ഡിഗ്രി, 40 ഡിഗ്രി, 30 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ ബി, 50 ഡിഗ്രി. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഹാൻഡ് കർച്ചീഫ്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാംഗർ പോളിസി? A person who considers others very low in status, a hypocritical person, a person who is very loyal to his master, a man who prevents others from enjoying something. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, a man who prevents others from enjoying something. Spot the error. Although he left home early, but he reached school late. No error. ഉത്തരം ഓപ്ഷൻ ബി. Facsimile meaning fake exact copy at its zenith, wide view. ഉത്തരം ഓപ്ഷൻ ബി ആണ്, exact copy. Naveen said, "Need I go at once?" Change into reported speech. Naveen said if he had to go just then. Naveen asked if I had to go just then. Naveen requested if he had to go just then. Naveen asked if he had to go just then. ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ് ഡാഷ്. ഡു ദേ, ഡോണ്ട് ദേ, ഡിഡ് ദേ, ഡിഡിൻ ദേ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡിഡ് ദേ. ലാപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ്. കാറ്റ്, റാറ്റ്, ടൈഗർ, കൗ. ഉത്തരം ഓപ്ഷൻ ബി, റാറ്റ്. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ഡാഷ് ബഷ്. എ ദ, എ ദ, എ ദ. ഉത്തരം ഓപ്ഷൻ ഡി, എ ദ. ഹി ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ് ഓഫ് വിത്ത് ഇൻ ടു. ഉത്തരം ഓപ്ഷൻ എ, ഓഫ്. They have contacted everyone concerned. Change the voice. Everyone have been contacted. Everyone concerned have been contacted. Everyone concerned has been contacted. Everyone concerned is being contacted. ഉത്തരം ഓപ്ഷൻ സി ആണ്, everyone concerned has been contacted. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. സ്വാമികൾ, അവർ, അവൻ, അത്. ഉത്തരം ഓപ്ഷൻ എ, സ്വാമികൾ. വേദത്തെ സംബന്ധിച്ച് ശരിയായ ഒറ്റപ്പദം ഏത്? വൈദികം, വേദത്വം, വേദി, വേദപം. ഉത്തരം ഓപ്ഷൻ എ, വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? അക്ഷണികം, ശാശ്വതം, നശ്വരം, നൈമിഷികം. ഉത്തരം ഓപ്ഷൻ ബി, ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങളേവ? നിലാവ്, ചന്ദ്രിക, കൗമുദി, തിങ്കൾ, ഭാസ്കരൻ, നിശിധിനി, രാവ്, താര, താരകം. ഉത്തരം ഓപ്ഷൻ എ, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. മുഴുവൻ കൊള്ളയടിക്കുക, അമ്പലത്തെ വിഴുങ്ങുക, അമ്പലം ചുറ്റുക, എല്ലാം നശിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത എന്ന്. ഉത്തരം ഓപ്ഷൻ സി ആണ്. വിണ്ടലം ശരിയായ രീതി പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? വിൺ പ്ലസ് സ്ഥലം, വിണ്ണ് പ്ലസ് സ്ഥലം, വിണ്ട് പ്ലസ് സ്ഥലം, വിൺ പ്ലസ് ഡലം. ഉത്തരം ഓപ്ഷൻ എ, വിൺ പ്ലസ് സ്ഥലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദങ്ങൾ ഏത്? തലയുടെ വേദന, തലയും വേദനയും, തലയിലെ വേദന, തലയ്ക്കുള്ള വേദന. ഉത്തരം ഓപ്ഷൻ സി ആണ്, തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? കാഞ്ചനം, മാലയം, കോടീരം, ഗോരോചനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാലയം.